ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻസർ. യാത്രകൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പെരുമ്പാവൂർ കടന്ന് കോതമംഗലം ലക്ഷ്യമാക്കിയുള്ള യാത്ര. വളരെ തിരക്കേറിയ റോഡിലൂടെ ഞങ്ങൾ ടൂ വീലറിലാണ് ഇന്ന് യാത്ര ചെയ്തത്. രസകരമായ കാഴ്ച അനുഭവമാണ് ഇന്ന് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോതമംഗലത്ത് നിന്നും 12 കിലോമീറ്റർ പിന്നിട്ട് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ അടുത്താണ്. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി 1983 ഓഗസ്റ്റ് 27 നിലവിൽ വന്ന ഒരു പക്ഷി സങ്കേതമാണ്. അവിടെ കയറാതെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. മുന്നോട്ടുള്ള റോഡ് വളരെ വിശാലമായി കിടക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു അനുഭൂതി തന്നെയായിരുന്നു ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്. ഞായപ്പള്ളിയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പോകുന്ന വഴി വളരെ മനോഹരമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടമ്പുഴ റിവറാണ് ഈ സൈഡിൽ കാണുന്നത്. കുട്ടമ്പുഴ റിവറിനോട് ചേർന്ന് തന്നെ ചെറിയ ഷോപ്പുകളും കാണാൻ കഴിയുന്നുണ്ട്. വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയുടെ മറു സൈഡ് മലയാറ്റൂർ വനമേഖലയാണ്. മലയാറ്റൂരിലെ വട്ടുപാറ ഫോറസ്റ്റ് ഡിവിഷനാണ് ആ കണ്ടത്. കുട്ടമ്പുഴയിൽ നിന്നും മാമലക്കണ്ടം ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പോകുന്ന സ്ഥലം മാമലക്കണ്ടമാണ്. ഇസഡ് വേയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ കയറുന്നത് ഉരുളൻ തണ്ണി ഫോറസ്റ്റിലേക്കാണ്. ഇത് മലയാറ്റൂർ ഡിവിഷന്റെ ഭാഗമായുള്ള ഒരു ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ ധാരാളം പക്ഷികളെ കാണാൻ കഴിയും. കൂടാതെ തന്നെ ജൈവ വൈവിധ്യത്തിനും പേരുകേട്ട ഒരു ഫോറസ്റ്റ് കൂടിയാണ് ഇത്. ഏകദേശം 282 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ഫോറസ്റ്റിന്. ഇവിടെ ധാരാളം കാട്ടരുവികൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് അവ. കൂടാതെ ഇവിടെ പന്ത്രപ്ര ആദിവാസികളെ താമസിപ്പിച്ചിട്ടുണ്ട്. മലയാറ്റൂർ വനം ഡിവിഷനിലെ ഇടമലയാർ റേഞ്ചിൽ ഉൾവനപ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വീടുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ട ആദിവാസി കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിനായി ഈ സ്ഥലം പ്രയോജനപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഏകദേശം 2015 ഭൂമി അനുവദിച്ചു നൽകിയത്. നിലവിലത്തെ സ്ഥിതി ചില കുടുംബങ്ങൾ പുതിയ വീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. പലരും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഷെഡുകളിലാണ് താമസിക്കുന്നത്. ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം അപൂർണമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടമ്പുഴ മാമലക്കണ്ടം റോട്ടിലൂടെയാണ്. ശരിക്കും ഇതൊരു കാനനപാതയാണ്. വളരെ രസകരമായ കാഴ്ചകളാണ് ഈ പാതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ റോഡും അന്തരീക്ഷവുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് കാട്ടിലെ ഒരു വാട്ടർഫോൾസ് ആണ്. വളരെ രസകരമായ ഒരു വാട്ടർഫോളാണ് ഈ കാണുന്നത്. ഈ പാലം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. കാരണം പല റീലുകളിലും ഈ പാലം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാമലക്കണ്ടം തികച്ചും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലം വന്യജീവി സ്നേഹികൾക്ക് ഒരു പറുദീസയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ച ഒരു ശാന്തമായ അന്തരീക്ഷമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് പ്രകൃതിയുമായി ഒരു യഥാർത്ഥ കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും മാമലക്കണ്ടം നിങ്ങൾക്കുള്ളതാണ്. മാമലക്കണ്ടം നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്.
വളരെ രസകരമായ കാഴ്ചകളാണ് നിങ്ങൾക്കായി മാമലകണ്ടത്ത് ഒളിച്ചു വച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു വനമേഖലയാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുകയോ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് സ്വാമിക്കോട് പാറ. ഒരു വനത്തിനു നടുവിലായി മനോഹരമായ ഒരു വ്യൂ ആണ് ഇത്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന വ്യൂ പോയിന്റ്. കാടിൻ്റെ മധ്യത്തിലായി കാണപ്പെടുന്ന വ്യൂ പോയിന്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പ്രകൃതി രമണീയമായ സ്ഥലവും കൂടിയാണ് ഈ കാണുന്ന വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ തണുത്ത ചുറ്റുപാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനപാത, നല്ല രസകരമായ ഒരു കാറ്റ് നമ്മളെ തെന്നി മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു വണ്ടിക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ. വളരെ നാരോ റോഡുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടിയായി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സമയം ചെലവഴിച്ചു. ഇവിടുത്തെ ഭംഗിയും കാറ്റിൻ്റെ തണുപ്പും ഞങ്ങൾ ആവോളം ആസ്വദിക്കുക തന്നെ ചെയ്തു. ഇതൊരു വനമേഖലയായതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കും. വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്നും ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. പോകുന്ന വഴി വീണ്ടും വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത്. രസകരമായ എന്ന് പറയുമ്പോൾ തന്നെ കാടിൻ്റെ ഭംഗിയാണ് എടുത്തു പറയേണ്ടത്. ഈ കാണുന്ന വ്യൂ ആണ് മുനിപ്പാറ. വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു ആ വ്യൂ. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് താഴേക്കൂടെ ഒരു അരുവി ഒഴുകുന്നത് കാണാൻ കഴിയും. ക്യാമറയിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതിൻ്റെ സൈഡിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇരുന്ന് കുറച്ചു നേരം പോയതറിഞ്ഞില്ല. വീണ്ടും വണ്ടി ലക്ഷ്യമാക്കി നടന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പണ്ട് ഗ്രാമങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന അതേ ഒരു കാഴ്ച. വളരെ രസകരമായിരുന്നു ആ കാഴ്ച. പണ്ടത്തെ ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുറച്ചധികം നേരം ഈ ഭംഗി ആസ്വദിച്ച് ഇവിടെ തന്നെ നിന്നു. പാടത്തിൻ്റെ ബാക്കിലായ മലച്ചിരവുകളും കാണാൻ വളരെ ഭംഗിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ്. പ്രകൃതി സൗന്ദര്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ട ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കാണുന്നത്. പാറകളിൽ നിന്ന് വെള്ളം പതിക്കുന്നതിൻ്റെയും പ്രദേശത്തെ ചുറ്റുമുള്ള പച്ചപ്പിൻ്റെയും ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായ കാഴ്ചാനുഭൂതി തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഭംഗി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് ഇത് ആസ്വദിക്കുക തന്നെ ചെയ്യണം. വളരെ രസകരമായിരുന്നു ഇവിടത്തെ അന്തരീക്ഷം. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രദേശം നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ട്. ഇത് സന്ദർശകർക്ക് സുരക്ഷിതത്വവും ആസ്വദിക്കാനുള്ള അന്തരീക്ഷവും പ്രദാനം ചെയ്യപ്പെടുന്നു. ചുറ്റുമുള്ള പ്രദേശം പച്ചപ്പ് കൊണ്ട് സമ്പന്നമാണ്. ഇത് പ്രകൃതി സ്നേഹികൾക്കും
ഫോട്ടോഗ്രാഫർമാർക്കും അനുയോജ്യമായ സ്ഥലം കൂടിയാണ്. ഇവിടെ കുറച്ചധികം നേരം ഞങ്ങൾ ചിലവഴിച്ചു. ആമലകണ്ടത്ത് നിങ്ങൾ കണ്ടിരിക്കേണ്ട മറ്റു സ്ഥലങ്ങളാണ് മുനിപ്പാറയും കല്ലാടി വാട്ടർഫോൾസും കോയിനിപ്പാറ എന്നിവ. ഞങ്ങൾ എന്തായാലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല, സമയം പരിധി മൂലം ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മലക്കപ്പാറ. റീൽസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് അത്. പോകുന്ന വഴി മറ്റൊരു മനോഹരമായ കാഴ്ച കണ്ടു. ഇത് ഒരു ചപ്പാത്താണ്. വളരെ രസകരമായിരുന്നു ഈ കാഴ്ച. ഇവിടെ നിന്ന് കാനന ഭംഗി മാത്രമല്ല, ഇവിടെ നിന്ന് സേഫായി നമുക്ക് കുളിക്കാൻ കഴിയുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ മഴയുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. അത് നമുക്ക് അറിയാൻ കഴിയില്ല. മഴയുള്ള സമയങ്ങളിൽ പരമാവധി ഇവിടെ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും സേഫ്. കാരണം വെള്ളം എപ്പോൾ വേണമെങ്കിലും കുത്തിയൊലിച്ചു വരുന്ന പ്രദേശം കൂടിയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാമലക്കണ്ടം പഴമ്പള്ളിച്ചാർ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഈ പോകുന്ന വഴിയിലെല്ലാം ആനയെ കാണാൻ സാധിക്കുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാം. ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾക്ക് ആനയുടെ ചൂര് ലഭിച്ചിരുന്നു. ആന ഇവിടെ അടുത്തെങ്ങയോ ഉണ്ട് എന്ന് തോന്നുന്നു. ആനയുടെ സ്മെല്ല് ഞങ്ങൾക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യമില്ല, ഞങ്ങൾക്ക് ആനയെ കാണാൻ സാധിച്ചില്ല. ഇവിടെ അധികം നേരം വണ്ടി നിർത്തിയിടാൻ പറ്റില്ല. ഇതൊരു വനമേഖലയാണ്. കൂടാതെ ഞങ്ങൾ 2 വീലറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നേരം വണ്ടി നിർത്തി നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു. മാമലക്കണ്ടം എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നും 32 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് മാമലക്കണ്ടം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്റർ ഉയരത്തിലാണ് മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവനും പ്രസന്നമായ കാലാവസ്ഥയുള്ള സ്ഥലം കൂടിയാണ് ഇവിടം. ഇവിടെ സമൃദ്ധമായ തോട്ടങ്ങൾക്ക് നടുവിൽ ക്യാമ്പിങ്ങിനും ട്രെക്കിങ്ങിനും പറ്റും. ഞങ്ങൾ വന്നത് കോതമംഗലത്ത് നിന്നും തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉള്ളിത്തോട് വഴി മാമലക്കണ്ടം ഗ്രാമത്തിലേക്കാണ്. വളരെ രസകരമായ റോഡായിരുന്നു വന്ന വഴിയെല്ലാം. ഇപ്പോൾ തിരിച്ചു പോകുന്നത് മാമലക്കണ്ടത്ത് നിന്നും പഴമ്പള്ളിച്ചാർ വഴി നേര്യമംഗലത്തെ കൂടി കോതമംഗലത്തേക്കാണ് പോകുന്നത്. വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴിയും കാണാൻ വളരെ രസകരമായ കാഴ്ചകൾ തന്നെയുണ്ട്. കാട് കാണാൻ മാത്രമാവണം കാട്ടിലേക്കുള്ള യാത്ര. ഇതിലൂടെ വരുമ്പോൾ നല്ല ക്ഷമ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഭാഗ്യമുണ്ടെങ്കിലെല്ലാം നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു വനമേഖലയാണ്. ഇവിടുത്തെ അന്തേവാസികൾ വന്യമൃഗങ്ങളും. നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കാണ് വന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ദേഷ്യപ്പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ചിന്നം ഭിന്നം പെയ്യുന്ന മഴയിൽ പച്ച നിറഞ്ഞു നിൽക്കുന്ന കാടിനു നടുവിലൂടെ വെള്ളച്ചാട്ടങ്ങളും മഴമേഘങ്ങളും കണ്ട് ഒരു യാത്രയാണ് നമ്മളീ പോയത്. ഒരു മഴയാത്രയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാഴ്ചകളും സാഹസികതയും ഓഫ് റോഡുകളും ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിലും ഇതിനും ഭംഗിയായി തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഞങ്ങൾ വാളറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നേര്യമംഗലത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റോട്ടിലൂടെ നേരെ നേര്യമംഗലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇനി ഈ കാണുന്ന റോഡ് ആലുവ മൂന്നാർ റോഡിലാണ് നമ്മൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന പാലമാണ് നേര്യമംഗലം പാലം. 1935 നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ 1935 നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ 1935 പാലമാണ്. 1935 നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ 1935 പാലം. 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 1935 നിർമ്മിച്ച ചരിത്ര പ്രസി
ഒരു ആർച്ച് പാലമാണ് നേര്യമംഗലം പാലം. പെരിയാറിന് കുറുകെയുള്ള പാലമാണ് ഈ കാണുന്ന പാലം. തിരുവിതാംകൂർ മഹാരാജാവാണ് ഈ പാലം നിർമ്മിച്ചത്. നമ്മുടെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. മറ്റൊരു കാഴ്ചാവിശേഷങ്ങളുമായി വരുന്നതുവരെ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.